നമസ്കാരം. തന്റേതായ അവതരണ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അവതാരികയാണ് രഞ്ജിനി ഹരിദാസ്. ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലൂടെ രഞ്ജിനിയുടെ അവതരണ ശൈലി എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു. വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിലൂടെയും രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാറില്ല. അതുവഴി നിരവധി വിമർശനങ്ങൾക്കും രഞ്ജിനി പാത്രമായിരുന്നു. അതേസമയം തന്നെ ജഗതി ശ്രീകുമാർ ആങ്കർ രഞ്ജിനി ഹരിദാസിനെ അപമാനിച്ച ഒരു സംഭവമുണ്ട്. ഇപ്പോഴിതാ ആ സംഭവത്തെ, ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ആലപ്പി അഷ്റഫ്. രഞ്ജിനിയുടെ ആങ്കറിങ്ങിനെ കുറ്റപ്പെടുത്തി ജഗതി പറഞ്ഞ വാക്കുകൾ തെറ്റാണെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു. ജഗതി ആ സ്റ്റേജിൽ വെച്ച് അവരോട് കാണിച്ചത് തികച്ചും അവിവേകവും അവഹേളനവുമായിരുന്നു. അതിഥിയായി എത്തിയയാൾ ആങ്കറെ അവഹേളിക്കുന്ന രംഗം അന്നോളം കേരളം കണ്ടിട്ടേയില്ല. അവരോട് എന്തോ വൈരാഗ്യം തീർക്കുന്നത് പോലെയായിരുന്നു ജഗതിയുടെ പെരുമാറ്റം. ജഗതി അവരിൽ കണ്ടെത്തിയ ന്യൂനത അവതാരക ഒരിക്കലും വിധികർത്താവാകാൻ പാടില്ല എന്നതായിരുന്നു. ജഗതിയുടെ പരിഹാസം കേട്ട് കാണികൾ പൊട്ടിച്ചിരിച്ചു. വിഷമവും ജാള്യതയും ഉള്ളിലൊതുക്കി രഞ്ജിനിയും ചിരിച്ചു. എന്നിട്ടും ജഗതിക്ക് വിടാൻ ഭാവമില്ലായിരുന്നു. നസ്രിയയെ കണ്ടുപഠിക്കാൻ ഉപദേശവും കൊടുത്തു. ആ വേദിയിൽ നസ്രിയയും ഒപ്പമുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ നസ്രിയ രഞ്ജിനിയുടെ ആങ്കറിംഗ് ശൈലി അനുകരിക്കുന്നുണ്ട്. തന്റെ ഉള്ളിലെ വേദന കടിച്ചമർത്തി രഞ്ജിനി പുഞ്ചിരിയോടെ തന്റെ ജോലി തുടർന്നു. പിന്നീട് അറിയാൻ കഴിഞ്ഞത് അവർ ഇടവേള സമയത്ത് വേദിയുടെ പിന്നിൽ വന്ന് വിതുമ്പിക്കരഞ്ഞു എന്നാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് രഞ്ജിനി പറഞ്ഞ മറുപടി അവരുടെ വ്യക്തിത്വത്തിന് മികവേറുന്നതായിരുന്നു. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല, അതിഥിയെ അപമാനിക്കാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ എന്നാണ് രഞ്ജിനി പറഞ്ഞതെന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടി. രഞ്ജിനി ഹരിദാസ് ആരുടെയും കുറ്റവും കുറവും പറയുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. ഈ അടുത്ത് ജഗതി ശ്രീകുമാറിനെ കുറിച്ച് നടി ഉർവശിയും സംസാരിച്ചിരുന്നു. ജഗതി ശ്രീകുമാർ പേഴ്സണൽ ലൈഫിൽ ഒരു കോമഡിയനെ അല്ല. പുള്ളി സാധാരണ സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ പുള്ളിയോടുള്ള താല്പര്യം കുറഞ്ഞു പോകുന്നതായി തോന്നും എനിക്ക്. കടുത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് കളയും. ഞാൻ ചത്താൽ പോലും നിങ്ങൾ വരുത്തുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കും. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാകും. പക്ഷെ ഒരിക്കലും നമ്മൾ ജഗതിയുടെ വായിൽ നിന്ന് ഇത്തരം വാക്കുകൾ പ്രതീക്ഷിക്കില്ല. ചിലർ വെറുതെ അദ്ദേഹത്തെ കാണുമ്പോൾ ചിരിച്ചാൽ പെട്ടെന്ന് ചൂടാകും. പുള്ളി എപ്പോൾ ദേഷ്യപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. നല്ല വിദ്യാഭ്യാസമുള്ളയാളാണ്. നന്നായി പുസ്തകം വായിക്കും. അങ്ങനെ ഗൗരവമുണ്ട്. വെറുതെ ആരെങ്കിലും കോമഡി പറയാൻ ചെന്നാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുമെന്നും ഉർവശി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ രഞ്ജിനി ഹരിദാസിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത്. കഴിഞ്ഞ ദിവസം രഞ്ജിനിയുടെ ഒരു അഭിമുഖം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പെരുമനോപോസ് കാരണം താൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് രഞ്ജിനി ഹരിദാസ് നേരത്തെ. ഇത് വലിയ രീതിയിലാണ് ചർച്ചാ വിഷയമായി മാറിയിരുന്നത്. ശാരീരികമായും മാനസികമായും താൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുവെന്ന് രഞ്ജിനി തന്റെ യൂട്യൂബ് ചാനലിൽ തുറന്നു പറഞ്ഞു. എന്റെ ജീവിതത്തിലെ ഏറ്റവും മാറ്റങ്ങൾ വന്ന ഘട്ടമാണിത്. 2-3 വർഷം മുമ്പ് ഒന്നും എന്റെ കൺട്രോളിൽ അല്ലെന്ന് തോന്നി തുടങ്ങി. വ്യക്തതയില്ല, ഒന്നിലും തൃപ്തി തോന്നുന്നില്ല, എല്ലാം ബോറിംഗ് ആയിരുന്നു, ബോഡി പെയിൻ കൂടുന്നു, ജോലിയിൽ ത്രില്ലില്ല. ഇതൊക്കെ ആയപ്പോൾ വാട്ടർ ഫാസ്റ്റും മറ്റും ചെയ്തു. ഇതെനിക്ക് കുറച്ച് കാലത്തേക്ക് എനർജി തന്നു. ഇപ്പോഴും പഴയതുപോലെ ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി തോളുകൾക്ക് അനക്കാൻ പറ്റാത്ത വേദനയുണ്ട്. ഉറങ്ങാൻ പറ്റില്ല, ഉണർന്നാൽ വേദന. 43 വർഷത്തിൽ എനിക്കിങ്ങനെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 6 മാസത്തിനുള്ളിലാണ് തോളുകൾക്ക് വേദന വന്നു തുടങ്ങിയത്. ശരീരത്തിൽ അങ്ങിങ്ങായി വേദനയുണ്ട്. എൻ്റെ മനസ്സ് ശരീരത്തേക്കാൾ മെച്ചമാണ്. അപ്പോഴാണ് കുട്ടികൾക്ക് ജന്മം നൽകുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. നിങ്ങളെ ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? 15 വർഷം മുമ്പ് എൻ്റെ അമ്മ ഭയങ്കര വേദനയാണെന്ന് പറയുമായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ പുച്ഛിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമ്മയോട് ക്ഷമ പറയുന്നു. 43 വയസ്സിൽ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. കൃത്യമായ ഉറക്കവും ഭക്ഷണവുമാണ്. വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും ഇത് അനുഭവിക്കുന്നു. ഡോക്ടർമാരെ ഞാൻ കണ്ടതാണ്. അവർ പറയുന്നത് ചെയ്തിട്ടും ഇത് പോകുന്നില്ല. അതാണ് എൻ്റെ വലിയ ആശങ്ക. ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് എനിക്കറിയണം. അല്ലാതെ തന്നെ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പെരുമനോപോസ് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും പേടിച്ച് മാറി നിന്ന ആളാണ് ഞാൻ. കുട്ടികളില്ല, കല്യാണമില്ല, ഈ സമയത്ത് കാമുകനുമില്ല. ടെക്നിക്കലി സ്ട്രെസ് ഇല്ല, ബയോളജിക്കലി വെറുതെ സ്ട്രെസ് വരുന്ന ഘട്ടത്തിലാണ് ഞാനിപ്പോൾ. ഇതിൽ എനിക്ക് വളരെ ദേഷ്യവും വിഷമവുമുണ്ട്. ഈ പെയിൻ എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി. ഡോക്ടേഴ്സ്മാരെ കാണാനും മരുന്ന് കഴിക്കാനും എല്ലാവരും പറയുമെന്നറിയാം. എനിക്ക് മരുന്ന് കഴിക്കേണ്ട. ഇപ്പോൾ ഷോകൾക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പെയിൻ കില്ലറുകൾ കഴിക്കണം. കാരണം മയക്ക് പിടിച്ച് കുറേ നേരം നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാലുവേദന കാരണം നിൽക്കാൻ പറ്റില്ലെന്നും രഞ്ജിനി ഹരിദാസ് പറഞ്ഞു. അതേസമയം രഞ്ജിനിയെ എന്ന പോലെ തന്നെ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രഞ്ജിനിയുടെ മൃഗസ്നേഹവും. തനിക്ക് ഏറെ പ്രിയപ്പെട്ട വളർത്തുനായെ റിക്കിയെക്കുറിച്ചും താരം വീഡിയോയിൽ സംസാരിച്ചു. റിക്കിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. രഞ്ജിനി വികാരധീനയാകുന്നതും വീഡിയോയിൽ കാണാം. മനുഷ്യരോടുള്ളതിനേക്കാൾ ബോണ്ട് തനിക്ക് മൃഗങ്ങളോടുണ്ടെന്നും രഞ്ജിനി പറയുന്നുണ്ട്. എൻ്റെ റിക്കിക്ക് വയസ്സായി. അവന് നടക്കാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെയുണ്ട്. 2012 ഞാൻ റിക്കിയെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇവനൊരു ആസിഡ് അറ്റാക്ക് സർവൈവറാണ്. ഒരിക്കൽ പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു. ഒരു ചെറിയ നായുടെ മുഖത്ത് ആരോ ആസിഡ് ഒഴിച്ചിട്ട് 60% പൊള്ളലുമായി കൊച്ചിയിലെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പ്രതിഭ എന്നയാളാണ് ഇവനെ രക്ഷിച്ചത്. ആ വാർത്ത കണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് വിളിച്ച് അന്വേഷിച്ച് അവിടെ റിക്കിയെ കാണാൻ ചെന്നു. സംഭവം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവനെ കണ്ടത്. ആസിഡ് അറ്റാക്ക് സർവൈവർ ആണെന്നൊന്നും പറയില്ല. അത്രയ്ക്ക് ഹാപ്പിയാണ് അവൻ.
ആ സമയത്ത് അവന് 1-2 വയസ്സ് പ്രായം കാണും. അവനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി. അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ ഫസ്റ്റ് ലവ് ആണ് ഇവൻ. റിക്കി എന്നാൽ റിക്കവറിയുടെ ഷോർട്ട് ഫോം ആണ്. ഡോക്ടറാണ് പേരിട്ടത്. എൻ്റെ വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് ഡോഗാണ് ഇവൻ. 2012 ഇവനെ എനിക്ക് കിട്ടുന്നത്. ഒരു ദിവസം ഇവനെ അണലി കടിച്ചു. അതും അവൻ റിക്കവർ ചെയ്തു. അന്ന് ചെന്നൈയിൽ വരെ പോയി ഡയാലിസിസ് ചെയ്തതാണ്. എൻ്റെ ജീവിതത്തിലെ കുറേ അത്ഭുതങ്ങൾ ഞാൻ റിക്കിയിലൂടെ കണ്ടിട്ടുണ്ട്. റിക്കിക്ക് ഇപ്പോൾ പ്രായമായി. 14 വർഷമായി ഇവൻ ഞങ്ങളുടെ കൂടെ വന്നിട്ട്. 16 വയസ്സെങ്കിലും ആയി കാണും. കുറച്ച് ഡിമെൻഷ്യ വന്നിട്ടുണ്ട്. കേൾവി കുറഞ്ഞു, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ 1 മാസമായി അവൻ തനിയെ ഭക്ഷണം കഴിക്കില്ല. അമ്മയാണ് വാരി കൊടുക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനമാണ് ഇവൻ. ഞാൻ അനിമൽ വെൽഫെയറിലേക്ക് വരാൻ കാരണം തന്നെ ഇവനാണ്. എൻ്റെ ജീവിതം തന്നെ ഇവൻ ഒരുപാട് മാറ്റിമറിച്ചു. ഇവൻ കുറച്ച് വർഷങ്ങൾ കൂടി ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അധികം ഇമോഷണൽ ആകുന്ന ആളല്ല, പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെയല്ല, രഞ്ജിനി വീഡിയോയിൽ പറയുകയുണ്ടായി.